പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഫോൺ വാങ്ങിക്കണം എന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ആ സമയത്താണ് ഈ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയും വന്നിട്ട്. എന്നാൽ വലിയ എമൗണ്ട് കൊടുക്കാൻ കയ്യിലില്ല. ഒരു 10,000 രൂപയൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈ പെർഫോമൻസ് ഉള്ളൊരു ഫോൺ കിട്ടണം. ക്യാമറ ക്വാളിറ്റിയിലാണെങ്കിൽ കുറച്ച് പോലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫോൺ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഫോൺ നമുക്ക് സാധാരണ കിട്ടാറേ ഇല്ല. എന്നാൽ ഇവിടെ 10,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫോൺ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും പെർഫോമൻസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവർ ഈ ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ സെഗ്മെൻറ്റിൽ 4,40,000 AnTuTu സ്കോർ ലഭിക്കുന്ന ഹൈലി പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്സെറ്റാണ് നൽകിയിട്ടുള്ളത്. നോർമൽ ഫോൺസിലൊക്കെ 6.7 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്ന സമയത്ത് ഇവിടെ സ്ക്രീൻ സൈസിൽ ഒട്ടും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല എന്ന് പറയാം. 6.88 ഇഞ്ചിലാണ് ഫോൺ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ IPS LCD ഡിസ്പ്ലേ ആണ്. ഈ IPS LCD ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള IPS LCD ഡിസ്പ്ലേ അല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ഈ 10,000 രൂപയുടെ താഴെ ആണെങ്കിലും കമ്പനി നൽകിയിട്ടുള്ളത്. HD+ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. 600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഫോണിൻ്റെ സൈഡിലൂടെ നോക്കുന്ന സമയത്ത് വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്, പവർ ബട്ടൺ വരുന്നുണ്ട്. ഫോണിൻ്റെ താഴെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്, Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോൺ. ഇടത് സൈഡിലാകട്ടെ സിം ട്രേ നൽകിയിട്ടുണ്ട്. മുകളിൽ 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ഈ സിം ട്രേ വരുന്നത് ട്രിപ്പിൾ കാർഡ് സെറ്റപ്പിലാണ്. അതായത് 2 നാനോ സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നൽകിയിട്ടുള്ളത്. 2 വേരിയൻസിലാണ് ഈ ഫോൺ വരുന്നത്. അതായത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 10,000 രൂപയുടെ താഴെ വരുന്ന ഈ ഫോണിൽ പോലും LPDDR4Xൻ്റെ 6GB റാമാണ് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് ആകട്ടെ UFS 2.2 128GB സ്റ്റോറേജും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ റാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കമ്പനി നൽകിയിട്ടുണ്ട്. അതായത് 6GB റാമിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ 12GB റാമിലോട്ട് ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി യൂസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈലി പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത്രയും അത്യാവശ്യത്തിലധികം റാമിൻ്റെ എക്സ്റ്റൻഷനും കാര്യങ്ങളും വെച്ച് 10,000 രൂപയുടെ താഴെ നമുക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫോണിൻ്റെ ഡിസൈൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മികച്ച ഡിസൈനിൽ തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പോലും ഈ ഫോൺ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോക്സി ഡിസൈനിൽ വരുന്ന ഫോണാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ക്യാമറ സെറ്റപ്പ് ആണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അവിടെ 2 ക്യാമറയേ വരുന്നുള്ളൂ. മുകൾ ഭാഗത്താകട്ടെ ഫ്ലാഷ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഒരു ഡമ്മി സൈഡിൽ 50 മെഗാപിക്സൽ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. അതായത് 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിട്ടുള്ളത്. 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. സോണി സെൻസേഴ്സോട് കൂടി വരുന്ന പ്രൈമറി ക്യാമറ ആയതുകൊണ്ട് തന്നെ ക്യാമറയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 10,000 രൂപയുടെ സെഗ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിലധികം ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ് പോക്കോ M7. ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഫുൾ HD 30 FPS വീഡിയോ റെക്കോർഡിംഗ് സാധിക്കുന്നതാണ്. എന്നാൽ 4K സപ്പോർട്ട് ഇല്ല. ഫോണിൻ്റെ ബാറ്ററി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5160 മൈക്രോ ആംപിയറിൻ്റെ വലിയ ബാറ്ററി. അതാകട്ടെ ഏകദേശം 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് നൽകും എന്നാണ് പറയുന്നത്. അത്യാവശ്യത്തിലധികം പ്രൈസ് കൊടുത്ത് നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരു ചാർജറിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ കേബിളോ അവൈലബിൾ ആവാത്ത സമയത്താണ് 10,000 രൂപയുടെ താഴെ വരുന്ന ഈ ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും നൽകിയിട്ടുണ്ട്. ഒരു A to C ചാർജിങ് കേബിളും നൽകിയിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഫോണിനുള്ളൂ. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ട് തന്നെ കിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഈ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഈ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മറ്റുള്ള ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അതിന് 33 വാട്ട് വരെ സപ്പോർട്ടുള്ള ഡിവൈസ് ആണെങ്കിൽ ഈ ചാർജറിൻ്റെ അഡാപ്റ്റർ അതിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രാത്രി കാലങ്ങളിലൊക്കെ ഡിം ലൈറ്റിലൊക്കെ ഈ ഫോൺ കുറേ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതായത് TV റെയിൽ ആൻഡ് ഡിസ്പ്ലേ സർട്ടിഫിക്കേഷനോട് കൂടിയ SGS ഐ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. IP52 വാട്ടർ റെസിസ്റ്റൻറ്റ് സർട്ടിഫിക്കേഷനും നൽകിയിട്ടുണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് HD വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഷവോമിയുടെ ഹൈപ്പർ OSോട് കൂടി വരുന്ന Android 14ലാണ് സോഫ്റ്റ്വെയർ വരുന്നത്. ഒരു Android 15 കൊടുക്കായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും Android 15ലാണല്ലോ വരുന്നത് അല്ലേ. എന്തായാലും 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കമ്പനി പറയുന്നുണ്ട്. അത്യാവശ്യത്തിലധികം ബ്ലോട്ട് വയേഴ്സും നൽകിയിട്ടുണ്ട്. ഒരു ഫീച്ചറായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉള്ള 20,000 രൂപയുടെ മുകളിലുള്ള ഫോണുകളിലും ഉണ്ട് അത്യാവശ്യത്തിലധികം ബ്ലോട്ട് വയേഴ്സ്. നമുക്ക് ബ്ലോട്ട് വയേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇനി സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മോണോ സ്പീക്കറിലാണ് സൗണ്ട് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. FM റേഡിയോ നൽകിയിട്ടുണ്ട്. അതായത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. FM റേഡിയോ ഒരുവിധം ഫോണുകളിലൊന്നും ഇപ്പോൾ കണ്ടുവരാത്ത ഒരു ഫീച്ചർ തന്നെയാണ് FM റേഡിയോ. ഈ ഫോണിൻ്റെ 1-2 ഡ്രോബാക്സ് നമുക്കൊന്ന് എടുത്തു പറയാം. 10,000 രൂപയുടെ താഴെയുള്ള സെഗ്മെൻറ്റിലൊക്കെ ഇപ്പോൾ പഞ്ച് ഹോൾ ഡിസൈനിലുള്ള ഫോണുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിട്ടുള്ളത്.
ഫോണിൻ്റെ സ്പീക്കേഴ്സ് വരുന്നത് സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കേഴ്സ് അല്ല കമ്പനി നൽകിയിട്ടുള്ളത്. ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സിൽ കുറച്ച് വോളിയം കൂട്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. മികച്ച സ്പീക്കേഴ്സ് ആണെന്ന് പറയുന്നു, എന്നാലും സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കേഴ്സ് കമ്പനി നൽകിയിട്ടില്ല. ഈ 1-2 ഡ്രോബാക്സുകളൊന്നും വലിയ ഡ്രോബാക്കുകളല്ല. കാരണം 10,000 രൂപയുടെ താഴെ വരുന്ന ഈ ഫോണിൽ നല്ലൊരു ഹൈലി പെർഫോമൻസ് ചെയ്യുന്ന ഒരു 5G പ്രോസസർ നൽകിയിട്ടുണ്ട്. നല്ല സോണി സെൻസേഴ്സോട് കൂടിയ ക്യാമറ നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ നല്ലൊരു ഡിസൈനിലുമാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. 10,000 രൂപയുടെ താഴെയൊക്കെ ഇതുപോലുള്ള മികച്ച ഫോണുകൾ ഇടയ്ക്ക് വരാറുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഫോണിനെ കുറിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. എന്നാൽ ഭാവിയിൽ വാങ്ങിക്കുന്നവർക്കും അത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.